ഉഗ്ര ലൊക്കേഷൻ. നല്ല ലൊക്കേഷൻ അല്ലേ? നമ്മളെ ഡോക്യുമെന്ററിക്ക് പറ്റിയ ലൊക്കേഷൻ. അതെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, നല്ല ഭംഗിയുണ്ട്. കുക്കും വയലും കുളവും എല്ലാം ഉണ്ടല്ലോ. നമ്മൾ ഇവിടുന്ന് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഈ ഗ്രാമത്തിന്റെ സംഭവങ്ങളൊക്കെ പറയാം. ഈ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. അതൊന്നും വിഷയമില്ലല്ലോ ആ സംഭവം. അതൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് ആ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നോക്കി മാത്രം വയ്ക്കാം. അപ്പൊ നമുക്കൊരു കാര്യം ക്യാമറ എല്ലാം എടുക്കും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് സംഭവം അവിടെ നിന്ന് ഇങ്ങനെ പാൻ ചെയ്ത് ഇങ്ങനെ നന്നായിരിക്കുന്നു. പരിപാടി റോഡ് വീതി കൂട്ടണ പരിപാടി തന്നെ അളവെടുക്കന്നെ. അളവെടുക്കണതാ? അളവെടുക്കണ സാധനം ഒന്നല്ല ഇത്. ഇതാണ് ടെലിവിഷൻ ക്യാമറ. ഓ ക്യാമറ ഉണ്ടായിരുന്നു. അല്ല വേറെ കാര്യമുണ്ടേ, ഇപ്പൊ ഇങ്ങനെയുള്ള സാധനത്തിൽ കൂടെ നോക്കണ കണ്ടാ പേടിയാ. കാരണം അതിൽ കൂടെ നോക്കി ആദ്യം കാണുന്നത് ഏതെങ്കിലും പാവപ്പെട്ടവന്റെ അടുക്കളയാണ്. പിന്നെ അതൊക്കെ ഇടിച്ച് നിരത്തിയിട്ടാണല്ലോ ഇവിടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ പാർട്ടികളല്ല. അല്ല ചേട്ടാ, നമ്മളൊന്ന് ആക്കിയതാണ് ചേട്ടാ. ഞങ്ങൾ ഇവിടെ ഒരു ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓ ശരി, ഡോക്യുമെന്ററി. അപ്പൊ എന്റെ പേര് അനീഷ്. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് ക്ലീറ്റസ് എന്നാണ്. നിങ്ങൾ ഇത് ഇവിടുത്തെ എല്ലാം പിടിച്ചോ? ഇപ്പൊ അല്ല, ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയില്ല. നന്നായി. എന്നുവെച്ചാല് ഇപ്പൊ നമ്മുടെ ഈ പാങ്ങോടിനെ കുറിച്ച് പറയണമെങ്കിൽ ഏറ്റവും ഉചിതമായ ഒരാളുടെ മുമ്പിലാണ് നിങ്ങൾ വന്ന് പെട്ടിരിക്കണേ. പിന്നെ അതൊരു ഭാഗ്യം. ഞാനിവിടുത്തെ ഒരു പ്രമുഖനല്ലേ. ഇവിടുത്തെ മുക്കും മൂലയും അളവും കോലും ഒക്കെ അറിയാന്നുള്ള ഒരാളാണ് ഞാൻ. പിന്നെ എന്താ പറയണ്ട ഇവിടെ? അല്ല, നമുക്ക് ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പിടിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പൊ ചേട്ടൻ ഈ നാട്ടുകാരനായതുകൊണ്ട് അത് തന്നെ ഒരു ഭാഗ്യമല്ലോ. പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനത് പറയാം. ഇതുപോലെ എത്രയോ ഡോക്യുമെന്ററി ഞാൻ ഇവിടെ പറഞ്ഞേക്കണ്. ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മുടെ ഇതിനെ കുറിച്ച് അറിയണം. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അതല്ലേ സീനറി അല്ലേ? ഞാനൊന്ന് തയ്യാറായിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതെന്റെ അസിസ്റ്റന്റ് ആണ് കേട്ടോ. ഇവിടുത്തെ ആകേണ്ട ആളാ. എന്താണ് ഷൂട്ടിംഗ്? ക്യാമറയെ കണ്ട് അറിഞ്ഞൂടെ? ഞങ്ങളെ ഒരു ഡോക്യുമെന്ററി കുറച്ച് നാളായിട്ട് ഇവര് എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുക. എല്ലാവരും ഉണ്ട്. നീ അങ്ങോട്ട്? ഞാൻ ചുമ്മാ നീ പോ. ഞങ്ങൾക്ക് അവർക്ക് ഇവിടുത്തെ നമ്മുടെ അല്ല അപ്പൊ രാത്രിക്ക് മുമ്പൊക്കെ തീരും. അല്ല രാത്രിക്ക് മുമ്പൊക്കെ തീരും. ചെല്ലു പോ. ഞങ്ങളെ 2 ദിവസമൊക്കെ എടുക്കും. നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? പടാ. ഓക്കെ, ഇവിടെ സീരിയൽ, ഇവിടുത്തെ ഒരു വലിയ സീരിയൽ നടന്നു പറഞ്ഞ് നടക്കുകയാണ്. ഏതൊക്കെ സീരിയലിൽ കുന്തം പിടിച്ചോണ്ട് ബാക്കിൽ നിന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തുടങ്ങാം. പുള്ളി പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് ആണ്, സഹപ്രവർത്തകനാണ്. ഒരു പ്രമുഖനാകേണ്ട ആളാണ്. സൈഡിൽ നിന്നോട്ടെ, കുഴപ്പമില്ലല്ലേ? അതെ, പ്രയത്നിച്ച് പ്രമുഖനാകട്ടെ. അപ്പോഴത്തേക്കാണ് നിർത്തിയത്. ഇപ്പൊ ഞാൻ മാത്രം ഇതിങ്ങനെ പിടിക്കണോ? എനിക്ക് കാറ്റ് ശ്വാസം കിട്ടും. കുറച്ച് താഴ്ത്തിക്കോണേ. ഒരു സെക്കൻഡ്. ആ മൈക്ക് ഇത് വേണോ അല്ലേ? മൈക്ക് വേണം ചേട്ടാ. പിടിച്ചോളൂ, മോൻ പിടിച്ചോളൂ. റെഡിയാണ്? റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. റെഡി? റോളിംഗ് ആക്ഷൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് വാർഡിലാണ്. ആ സാധനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല, ഡോക്യുമെന്ററി അല്ലേ ഇത്? അതിന് വേറെ സ്റ്റൈലല്ലേ? ഡോക്യുമെന്ററി ആയിരുന്നു. പറയണ്ടേ? നിങ്ങൾ മറ്റേ സ്ഥിരം ടിവിയിൽ ഇപ്പൊ കാണിക്കുന്ന സ്റ്റൈൽ സാധനമായിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, ഡോക്യുമെന്റ് ആണ്. ഇതിന്റെ നാടിന്റെ കാര്യങ്ങളും പുരോഗതി. ഞാൻ ഡോക്യുമെന്റ് പറഞ്ഞോളാം. എത്രയോ ഡോക്യുമെന്റ് പറഞ്ഞു. ഇത്ര കാര്യനോട് കുഴപ്പമില്ലല്ലോ. ചേട്ടാ കുറച്ചിങ്ങോട്ട് വന്നേ. റെഡി ഏട്ടാ? കുറച്ച് നടന്നു പറഞ്ഞാലോ? വേണ്ട ഏട്ടാ, ഇവിടെ നിന്ന് പറയാം. ബാക്ക്ഗ്രൗണ്ട് അതിനാ നല്ലത്. ഓക്കെ, റെഡി? റോളിംഗ് ആക്ഷൻ. ഈ നമ്മുടെ പാങ്ങോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഈ പാങ്ങോട് തന്നെയാണ്. കാരണം നിങ്ങൾ കണ്ടില്ലേ, എന്ത് നല്ല പച്ചപ്പ് നിറഞ്ഞ ഈ പാടങ്ങളും കളകളാരവും ഒഴുകുന്ന ഈ കൊച്ചരുവികളും വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും? ഒരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഞാൻ ഉറപ്പ് പറയാം. ഒരു നിമിഷം. വൈഫ് എന്ത് തങ്കം? എടി ഞാൻ ഷൂട്ടിങ്ങിലാ. ഇത് ഞാൻ അതെ വന്നിട്ട് കാര്യങ്ങൾ ഇപ്പൊ ഒന്നും എന്റെ അടുത്ത് പറയരുത്. ഇല്ല തങ്ക, എനിക്കിപ്പോ ഒന്നും കേൾക്കാം. അത് കേട്ടാ പറ്റില്ല എന്റെ തങ്ക. ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്. ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. ഞാൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് എല്ലാ വിവരം പറയാം. ഇല്ല നീ വെച്ചേ, ഫോൺ വെച്ചേ. ഹലോ, ഓഫാക്കി ഫോൺ വെച്ചോ. റെഡിയല്ലേ? അത് കൊടുത്തവന് റെഡി ഏട്ടാ?
റോളിംഗ്. ഞങ്ങളുടെ ഈ പാങ്ങോടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടത്തേക്കുള്ള എല്ലാ എന്താണ് പറയുക അരി മുതൽ പച്ചക്കറി വരെ ഞങ്ങൾ തന്നെ ഇവിടെ കർഷകർ കൃഷി ചെയ്ത് ഞങ്ങൾ ഇത് ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇത്രയേറെ വികസനങ്ങളും ഇതുപോലെ സമാധാനവും ശാന്തവുമായ വേറൊരു പ്രദേശം ഈ കേരളത്തിൽ നല്ല ഈ ഭൂലോകത്ത് തന്നെ ഉണ്ടാവില്ല. അത്ര എനിക്കിപ്പോൾ പറയാനുള്ളൂ. നന്നായിട്ട് ഞങ്ങൾ ഇതുപോലുള്ള ഒരാളെയാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ പാങ്ങോടിന്റെ കുറച്ച് കഥയായുള്ളൂ. മുഴുവൻ പറഞ്ഞ 2 ആഴ്ച സമയം ഇത് ഇതുവരെ ഹരി പറഞ്ഞ് കഴിഞ്ഞില്ലേ? പോടാ പുലികേശന്റെ മോനെ പോടാ. ചേട്ടേ എന്റെ 16 അരി കൂടെ പറക്കിട്ടാ ഞാൻ പോളൂടാ. അപ്പൊ ആലോലാതി ക്യാമറ കെട്ടാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സീൻസും കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ എല്ലാത്തിനും സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കോപ്പി തരണം കേട്ടോ. കോപ്പി ഒന്ന് തരണം എനിക്ക്. തരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ഓക്കെ എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ക്ലിയർ ക്യാമറ ബാക്ക്. Alien versus Alien.